യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. മറിയത്തിന്റെ സ്തോത്ര ഗീതത്തിലെ ഭാഗമാണിത്. തന്റെ ജീവിതത്തില് തനിക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് മറിയത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ദൈവത്തെ പുകഴ്ത്തുന്നത്, അല്ലെ? കൃത്യമായിട്ട് ഇന്നത്തെ വചനത്തിൽ എന്താണ് പറയുന്നത്? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചത്. എന്റെ ജീവിതത്തില് എനിക്ക് ലഭിച്ചത് എന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എന്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ഈ ദാനം സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇത് എളിമയാണ്. ഞാനെന്ന ഭാവം നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറി വരികയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നേടിയാൽ പോലും അത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഒന്നും നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. നിന്റെ ദൈവം നിനക്ക് ദാനമായിട്ട് നൽകുന്നതാ. ദൈവത്തിന് മുമ്പില് നീ എളിമപ്പെടുമ്പോഴാണ് നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തില് ഇടപെടാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് ഞാനെന്ന ഭാവത്തോടുകൂടി എന്റെ ജീവിതത്തില് ഞാൻ മുന്നോട്ട് പോയാല് ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടത്തില്ല. അവനൊരിക്കലും എന്റെ ജീവിതത്തില് നന്മകൾ പ്രദാനം ചെയ്യത്തില്ല. മറിച്ച് ഞാനെന്ന ഭാവം വെടിഞ്ഞ് പൂർണ്ണമായിട്ട് എളിമപ്പെടുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എന്റെ ജീവിതത്തില് എന്റെ ദൈവം ഇടപെടും. അവൻ എന്റെ ജീവിതത്തില് നന്മകൾ പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയാം. സ്വയം എളിമപ്പെടുവാനായിട്ട് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ എപ്പോഴും വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിച്ച് അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.